ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നത് നമ്മളിങ്ങനെ റീൽസ് കാണുന്നത് പോലെ ഒന്നും അത്ര ഈസി അല്ല, എക്സ്പെഷ്യലി നഴ്സിംഗ് ഫീൽഡ്. സോ ഇന്ന് നമ്മുടെ ഡേ 4 ഓഫ് മൈ റിയൽ ടോക്ക് സീരീസ് ഇൻ ഹോസ്പിറ്റലും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ഹോസ്പിറ്റലിനുള്ള ഒരു റിയാലിറ്റി ചെക്കാണ്. ഇത് ശരിക്കും എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഫസ്റ്റ്ലി തന്നെ ഇവിടുത്തെ ഷിഫ്റ്റ്സ് ഡിഫറെൻ്റ് ആണ്. മോർണിംഗ്, ഈവനിങ്, നൈറ്റ് ഇങ്ങനെ നമുക്ക് അടുപ്പിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഒരു ബോഡി ക്ലോക്ക് നന്നായിട്ട് ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി വന്നപ്പോഴത്തേനും എനിക്ക് 1 വീക്കൊക്കെ ഭയങ്കര പാടായിരുന്നു ഒന്ന് ബാക്കപ്പായി വരാനായിട്ട്. പിന്നെ ഒരു മെയിൻ കാര്യമാണ് ലാംഗ്വേജ്. ഞാൻ ജർമ്മൻ അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടും ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈം പേഷ്യൻസുമായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ നല്ല ടഫായിരുന്നു അവർ പറയുന്ന രീതി ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേയ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ അവർ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷൻ, പിന്നെ വർക്ക് പ്രഷർ, അങ്ങനെയൊക്കെ ആദ്യത്തെ കുറച്ചാൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മെയിൻ ഒരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഒരു പേഷ്യൻ്റെ ലൈഫിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സോ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം വർക്ക് ചെയ്യാനായിട്ട്. ബട്ട് സത്യം പറഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എവറിത്തിങ് സ്റ്റാർട്ട്സ് ചേഞ്ചിങ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും കൂടുതൽ സ്ട്രോങ്ങർ ആവും, കോൺഫിഡൻസ് വരും, ആൻഡ് യു സ്റ്റാർട്ട് ലവിങ് വാട്ട് യു ഡു. സത്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം നിങ്ങൾ ജർമ്മനി ഡ്രോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അത് കുറച്ച് എഫേർട്ട് ഇട്ട് പിന്നീട് അത് എന്തായാലും വർത്ത് ആയിരിക്കും. സോ ജർമ്മനി നഴ്സിംഗ് പ്ലാൻ ചെയ്യുന്നവർ 2 സൈഡും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം വരാനായിട്ട്. അത് ഈസി അല്ല, ബട്ട് ഡെഫിനറ്റ്ലി ഈ നഴ്സിംഗ് വർത്താണ്. സോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.